ഒരു മനോഹരമായ ഗ്രാമം, പച്ചപ്പും പക്ഷികളും നിറഞ്ഞ ഒരു ശാന്തമായ പ്രഭാതം. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു ഗുരു ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ഒരു ദിവസം രാവിലെ ഗുരു കുളിക്കാൻ ഗ്രാമത്തിലെ കുളത്തിലേക്ക് നടന്നു. കുളത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഗുരുവിന്റെ കണ്ണിൽ ഒരു ദൃശ്യം പെട്ടു. വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് ഒരു തേൾ മുങ്ങിമരിക്കാൻ പോകുന്നു. അയ്യോ, ഇതെങ്ങനെ? ഇതിനെ രക്ഷിക്കണം! ഗുരുവിന്റെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞു. ഗുരു ഉടൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. 2 കൈകളും നീട്ടി തേളിനെ എടുത്ത് കരയ്ക്കെത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ തേൾ തന്റെ വാലുകൊണ്ട് ഗുരുവിന്റെ കൈയിൽ കുത്തി. തേളിന്റെ വിഷം കാരണം വേദന അത്രയും ശക്തമായിരുന്നു. ഗുരുവിന്റെ കൈയിൽ നിന്നു തേൾ വീണ്ടും വെള്ളത്തിലേക്ക് വീണു. പക്ഷേ ഗുരു പിന്മാറിയില്ല. വീണ്ടും ശ്രമിച്ചു. വീണ്ടും തേളിനെ എടുത്തു. വീണ്ടും തേൾ കുത്തി. ഇങ്ങനെ 3-4 പ്രാവശ്യം ആവർത്തിച്ചു. എല്ലാ പ്രാവശ്യവും തേൾ ഗുരുവിനെ കുത്തി. ഇത് കണ്ടുനിന്ന ഒരാൾക്ക് സഹിക്കാനായില്ല. അവൻ ഓടി വന്നു ചോദിച്ചു, ഗുരുവേ, അത് അങ്ങയെ വീണ്ടും വീണ്ടും കുത്തുന്നു. എന്തിനാണ് അങ്ങ് വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഗുരു ഒടുവിൽ വലിയ പരിശ്രമത്തോടെ തേളിനെ എടുത്തു കരയിലേക്ക് വെച്ചു. എന്നിട്ട് അദ്ദേഹം ശാന്തമായി ആ മനുഷ്യനോട് പറഞ്ഞു, മരിക്കാൻ പോകുന്ന സമയത്തുപോലും കുത്തുക എന്ന തേളിന്റെ സ്വഭാവം, അത് ഉപേക്ഷിച്ചില്ല. അപ്പോൾ സഹായിക്കുക എന്ന എന്റെ സ്വഭാവം ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? ഗുരു മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, അത് കുത്തിയാലും ഞാൻ സഹായിക്കും. കാരണം അതാണ് മനുഷ്യന്റെ സ്വഭാവം. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.